ബാലൻസിൽ അങ്ങനെ എണീക്കണം അല്ലേ? ഇപ്പോൾ ആരെങ്കിലും ഒരു സഹായം ഒരു പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം ചെയ്തു, 3ാമത്തെ പ്രാവശ്യം വരെ ബുദ്ധിമുട്ടി. അപ്പോൾ ചെയ്യാൻ ഇപ്പം ഇങ്ങനെയാണെങ്കിലും എന്നെ കസേര വന്ന് അടുത്ത് ഗ്യാസും വെച്ച് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു വരുമാനമാകുമല്ലോ ടീച്ചറെ. അതായത് നമുക്ക് സഹായിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അത് ഇപ്പോഴത്തെ കാലത്ത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആലപ്പുഴ ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയാം പട്ടണക്കാട് എന്നാണ് കേട്ടോ. എൻ്റെ കൂടെ ഒരാളുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി പറഞ്ഞു തരും. ചേച്ചീനെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി ഒരു മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും ചോദിക്കാതെ ഞാൻ നേരെ അങ്ങ് പോരുകയാണ് ചെയ്തത്. കാരണം എനിക്ക് ഇവിടെ വന്ന് ചേച്ചീനെ കാണണമെന്ന് തോന്നി. ചേച്ചിയുടെ ഒരു മുന്നത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും കൂടെ എനിക്ക് അയച്ചു. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ആളിരുന്നത്. ഞാൻ ആ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ആൾ രോഗത്തിൻ്റെ പിടിയിലാണ് എന്നുള്ളത്. എന്നാ ചേച്ചി എങ്ങനെയായത് തിരിച്ചറിയുന്നതൊക്കെ? എന്നായിരുന്നു ശരിക്കും അസുഖം? പെരിഫറൽ ന്യൂറോസ് എന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്, അവിടുത്തെ ചികിത്സയാണ്. 5 വർഷമായി ഞാൻ ഈ കിടപ്പിലാണ്. ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ എനിക്ക് എഴുന്നേക്കാനോ ഒരു ചുവട് നടക്കാനോ എനിക്ക് പറ്റത്തില്ല. പിന്നെ ജീവിക്കണം, മുന്നോട്ട് പോകണം എന്നുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ മുന്നോട്ട് നടക്കണമല്ലോ. ആ ഒരു ഇതിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി മുന്നോട്ടണമെന്നുള്ള ഒരു ഇതിൽ വന്നത്. 5 വർഷമായിട്ട് ഈ കിടപ്പിലാണ്. അപ്പോൾ ഇപ്പോൾ ചികിത്സയൊക്കെ നടക്കുന്നുണ്ട്? ട്രീറ്റ്മെൻ്റ് ഉണ്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗമാണ്, ഷാജി ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടത്തും. ഇത് തുടങ്ങിയ സമയത്തും ചേച്ചിക്ക് നടക്കാൻ പറ്റാണ്ടാവുകയാണോ ചെയ്തത്? കാലിന് വലിച്ചിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ഹോസ്പിറ്റലിലൊക്കെ പോയി മാറി കാണിച്ചപ്പോൾ വൈറ്റമിൻ്റെ കുറവാണ് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ ഇത്രയും ഒരു ദിവസം കട്ടിലിൽ നിന്ന് ഒട്ടും എഴുന്നേക്കാൻ പറ്റാതെ വന്നു. അങ്ങനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്കാണ് അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തി. നട്ടിൽ കുത്തി വെള്ളം എടുത്തു, എൻഡോസ്കോപ്പി ചെയ്ത് ഒരുപാട് ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് പെരിഫറൽ ന്യൂറോസ് എന്ന് പറഞ്ഞ് ബ്ലഡ് കോട്ടാവുന്നുണ്ട്. അതാണ് മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഇപ്പം മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ പൈസ ആവശ്യമാണ്. അങ്ങനെ ഇതിപ്പോൾ വാടക വീടാണ്, സ്വന്തമായിട്ടൊരു വീടില്ല, പറയത്തക്ക വരുമാനമൊന്നുമില്ല. കൊച്ച് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് ചേച്ചിയുടെ മോള് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ട് അവൾ വർക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു സഹായം. നമ്മളെ ചുറ്റിലുമുള്ള ആളുകളെയും കൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യരാവുക. അതല്ലേ നമ്മൾ മറ്റു മൃഗങ്ങളിൽ നിന്ന് നമ്മൾ വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, ചേച്ചി ഇവിടെ അച്ചാർ ചേച്ചി നടക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരാൾ പിടിച്ചാൽ മാത്രമേ എണീറ്റ് നടക്കാൻ പറ്റില്ല. എന്നാലും എന്നോട് പറയുകയാണ്, ലയൺസ് ക്ലബ്ബുകാർ ഒരു തട്ടുകട കൊടുത്തിട്ടുണ്ട്, ഒരു കാർട്ട് അല്ലേ? അതവിടെ നമ്മുടെ പുതുക്കാവ് സ്കൂളിൻ്റെ പുതിയകാവ് സ്കൂളിൻ്റെ വാതിക്ക് അത് കിടക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ഓട്ടോ പിടിച്ച് വേണം പോകാൻ. ഓട്ടോ പിടിച്ചിട്ടായാലും ചേച്ചി പോകാം, അവിടെ ഇരിക്കാം, ഇരുന്ന് കുറച്ച് കുപ്പിവെള്ളമോ ഉണ്ടാക്കണ അച്ചാറുകളൊക്കെ വിൽക്കാം. പക്ഷെ ആളുകൾ അവിടെ എത്തണമല്ലോ. അപ്പോൾ അതിനാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. മറ്റൊന്ന്, മോള് അവൾ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടി പാർലർ ഇടാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇപ്പം ഇവരെ സംബന്ധിച്ചില്ല. ഇതിൻ്റെ വാടകയും ഇവരുടെ ചിലവും ചേച്ചിയുടെ മരുന്നും ഒക്കെ ഈ കുഞ്ഞിൻ്റെ വരുമാനത്തിൽ കൂടെയൊക്കെ കഴിഞ്ഞു പോവുക. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് നിങ്ങൾ ഈ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ എന്തെങ്കിലും കല്യാണ വർക്കോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങളൊക്കെ കൊച്ചിന് കൊടുത്താൽ അതും ഇവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു, ചേച്ചി നമ്മളിപ്പോൾ വീഡിയോ ഇട്ട് കുറേ ആളുകൾ അച്ചാറിനൊക്കെ ഓർഡർ ചെയ്യുന്ന ചേച്ചിനെ കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ ചേച്ചിക്ക് നല്ല ഉറപ്പാണ് അല്ലേ? അത് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കണം. സഹായിക്കാൻ ഒരു അമ്മയുണ്ട്, തീർച്ചയായിട്ടും ചേച്ചിയുടെ അമ്മയുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നാൽ ഇവിടെ വന്ന് സഹായിക്കാനും കടയിൽ കൊണ്ടുപോയി സാധനങ്ങൾ വെക്കാനും ഒക്കെ ഒരാൾ സഹായം വേണം. അപ്പോൾ ചേച്ചിയുടെ അമ്മയുണ്ട്, ഇവിടെ ഒരു സഹായിക്കാൻ വേണ്ടി ഒരു അമ്മയുണ്ട്. പുതിയകാവിൽ ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാരാണ് കടയിൽ വെച്ചാൽ വന്ന്. ഇത് മെയിൻ ഹൈവേ ആണ്. മെയിൻ ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേട്ടൊന്നും അല്ല ചേച്ചി ഇരിക്കുന്നത്. അവിടെ സ്കൂളുണ്ട്, അമ്പലമുണ്ട്, ഇതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും പോകുന്ന വഴിയിലൊക്കെ ആയിരിക്കും. ഒരു സഹായിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും അത്യാവശ്യമാണ്. എത്രയോ മനുഷ്യർ ഇത്രയും പോലും പ്രശ്നങ്ങളില്ലാത്തവർ ഒരു തൊഴിലിനും പോവാതെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ കൈ നീട്ടിയിട്ടൊക്കെ എനിക്ക് തന്നെ എത്രയോ മെയിലുകൾ ദിവസവും പ്രതി വരുന്നു. അപ്പോൾ ചേച്ചി അങ്ങനെയല്ല പറയുന്നത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് എനിക്ക് തൊഴിലെടുത്ത് ജീവിക്കണം എന്നുള്ളത്. അച്ചാറിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ടിനി നല്ലെണ്ണയിലാണ് ഉണ്ടാക്കണേ. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാൽ കേടാവാതിരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാ സാധനങ്ങളും അരിഞ്ഞു. അത് കക്ക വറുത്ത് വെച്ചിരിക്കുന്നു. ഉലുവ
ചേച്ചിക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. സഹായിക്കാൻ വേണ്ടി വന്നേക്കണെയാണ് ഈ അമ്മ. ഇന്നിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞത് ചേർത്ത് വഴറ്റിയിട്ട് പച്ചമുളക് അല്ലേ, പച്ചമുളക് കറിവേപ്പിലയും കൂടെ. എരിവുള്ളത് എരിവില്ലാതെ മതി മതി. അത് എരിവുള്ള മുളക് പൊടി, മറ്റതാണ് പിരിയൻ മുളകും അല്ലേ, രണ്ടും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട്. വേണ്ടിയിട്ട് ഇതിപ്പോ ഒരു എത്ര ദിവസം വരെ ഇരിക്കും ചേച്ചി? 3 മാസം വരെ വെച്ചിട്ടുണ്ട്. കേടാവും. ഇത്രയും നല്ല വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കണുണ്ട് അല്ലേ. 3 മാസം വരെ നമുക്ക് എവിടേക്കായാലും അയച്ചൊക്കെ കൊടുക്കാം, എവിടെ വേണേലും അയച്ചു കൊടുക്കാം. മുളക് പൊടി മൂത്ത് വന്നപ്പോ നേരത്തെ വറുത്ത് വെച്ചേക്കണ ഭയങ്കര ചെറിയ കക്കയാണ് കേട്ടോ. അപ്പൊ കണ്ടാൽ നമുക്ക് കുരുമുളക് പോലെ. ചേച്ചിക്ക് നിന്ന് ചെയ്യാൻ പറ്റൂല. അപ്പൊ സാധാരണ ഇപ്പൊ ചേച്ചി ചെയ്യണമെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും സ്റ്റൗ താഴെ ഇറക്കി വെച്ച് കൊടുത്ത് കസേരയിൽ ഇരുത്തിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ അമ്മ സഹായിക്കാൻ വേണ്ടി നിൽക്കണത്. വരണ്ട് വന്ന എണ്ണയൊക്കെ അങ്ങ് ഫുള്ള് പറ്റി അല്ലേ. ഇത് ഉലുവയും കടുകും കൂടി വറുത്ത് പിടിച്ചത്. ഉലുവയും കടുകും കൂടെ, ഇനി കായപ്പൊടിയും കൂടെ ചേർക്കണം അല്ലേ. ഇതൊക്കെ ഈ അച്ചാറിടാനൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ അതേ തനിയെ നേരത്തെ മുതലേ ആവുന്നതിന് മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ 5 വർഷമായിട്ട് സുഖമില്ലാതെ. നമ്മൾക്കൊരു വരുമാന മാർഗവും കൂടി ആകുമല്ലോ, അതാണ്. അപ്പോൾ നല്ല കക്കയച്ചാറ് റെഡി ആയിട്ടോ. ഇത് എവിടേക്ക് വേണമെങ്കിലും അയച്ചു തരും. നിങ്ങളൊന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യണം. കാരണം ഇതൊരു ജീവിതമാർഗ്ഗമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് ആരെങ്കിലുമൊക്കെ മേടിക്കാതെ അച്ചാറോട് ഇട്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എവിടേക്ക് വേണമെങ്കിലും അച്ചാർ ഇവർ അയച്ചു കൊടുക്കും. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. കാരണം ഇപ്പോൾ ഈ അമ്മ ഇവിടെ നിന്ന് ഇത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടന്നത്. അതല്ലെങ്കിൽ ചേച്ചി ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ഒരു കസേരയിൽ ചേച്ചീനെ ആരെങ്കിലും ഒരാൾ പിടിച്ച് കൊണ്ടുപോയി ഇരുത്തി അവിടെ ഇരുന്നോ എല്ലാം ചേച്ചിയുടെ അടുത്ത് എത്തിച്ചു കൊടുത്താൽ മാത്രമേ. എന്നാലും ചേച്ചി ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ചേച്ചി, നമുക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു വരുമാന മാർഗ്ഗമാണ് ഇപ്പം ഈ പറയുന്നത്. കൂടുതലായിട്ടുള്ളത് കക്കയാണ്. വേറെ എന്തൊക്കെ ചെയ്യും? നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ മെയിനായിട്ട് കക്കയിറച്ചി അച്ചാറ്, അതൊക്കെ റോസ്റ്റ് ചെയ്തും വേണമെങ്കിൽ ഓർഡർ അനുസരിച്ച്. കക്കയിറച്ചി റോസ്റ്റും കിട്ടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും റോസ്റ്റ് ചെയ്ത് നല്ല ഇതായിട്ട്. ഗ്രേവിക്കാണ് നമ്മൾ ചെറിയൊരു പുളിയും കിട്ടും. പുളി വേണമല്ലോ നമുക്കിത്. വെള്ളം നമ്മൾ മാങ്ങ നാരങ്ങയൊക്കെ ആണെങ്കിൽ അതിന് പുളിയുണ്ട്. അച്ചാറുകളൊക്കെ ചെല്ലുമ്പോൾ ഇച്ചിരി വിനാഗിരിയാണ് അതിൻ്റെ ഒരു പുളി. ഇറച്ചിക്കും വിടും അല്ലേ, ബീഫ് അച്ചാറും മീനച്ചാറും മത്തി അച്ചാറും എല്ലാത്തിനും ഇച്ചിരി വിനാഗിരി ചേർക്കും. എത്ര നാളായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കും ചേച്ചി? ഞാൻ ഇപ്പം വയ്യാതെ വന്നിട്ട് ഒരു 5 വർഷത്തോളമായി. അപ്പോൾ അതിന് മുന്നേ ഇതായിരുന്നോ വരുമാനം? ഇതായിരുന്നു കക്കയിറച്ചി അച്ചാറും നാരങ്ങ, മാങ്ങ, നെല്ലിക്ക, പിന്നെ മീനച്ചാറും ചെമ്മീനും മത്തിയൊക്കെ പിന്നെ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനിടയ്ക്കാണ് ഇങ്ങനെ വയ്യാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. പക്ഷെ ഇപ്പം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പം നമുക്ക് ഒരു വരുമാനം എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. വേറെ ആരും നമ്മളെ സഹായിക്കാനില്ല. നമുക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്ത്. അപ്പോൾ അതാണ് ഇത് പിന്നെയും തുടങ്ങാമെന്ന് വിചാരിച്ചത്. ആരെങ്കിലും നമ്മൾ മേടിച്ച് സഹായിച്ചാൽ അത്രയും വരും. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ചില സാധനങ്ങളൊക്കെ നമുക്ക് അവരോട് ചെയ്തു കൊടുക്കുന്ന സഹായമാണ്. നമുക്കിപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും അച്ചാർ കിട്ടും. അച്ചാർ കിട്ടാനൊന്നും ഒരു വിഷമവും ഇല്ല. പക്ഷേ ഇവിടെ നിന്ന് ഒരു കുപ്പി അച്ചാർ നിങ്ങൾ മേടിക്കുന്ന സമയത്ത് ഒരു നേരത്തെ മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിനോ ഉള്ള ഒരു പൈസയാണ് അവർക്ക് കിട്ടുന്നത്. അത്രയും ചിന്തിച്ചാൽ മതി. ഇതിൽ നിങ്ങളെപ്പോഴും പോകുന്ന വഴിയിലുള്ള ഒരുപാട് മനുഷ്യരുണ്ടാവും. ഇനിയിപ്പോൾ അത് വേണ്ട, അതാണ് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി അയച്ചു കൊടുക്കാം അല്ലേ, നമുക്ക് എവിടേക്കായാലും. മോൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവളത് കൊറിയർ ചെയ്ത് തന്നോളും. നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാലും. ദൂരെ നിന്ന് ഇരുന്ന് വീഡിയോ കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ടാവും. ഞാൻ ചേച്ചിയുടെ കോൺടാക്ട് നമ്പറും കൂടെ വെച്ചേക്കാം. എന്നതേലും പറ്റുന്ന ഒരു സഹായം ചേച്ചി തന്നെ പറഞ്ഞു. അതാണ് എനിക്ക് അതിശയം തോന്നിയത്. ഇത്രയും വയ്യായിക ഉണ്ടെങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം, പിന്നൊരു ദിവസം ഒരാൾ സഹായിക്കുമായിരിക്കും. എല്ലാ ദിവസവും അവർക്ക് എന്നെ സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ തന്നെ ഒരു പണിയെടുത്ത് വരുമാനം കണ്ടെത്തണ്ടേന്ന് ചോദിച്ചാൽ അത് എല്ലാ മനുഷ്യരും അങ്ങനെ ചോദിക്കില്ല. പലരും ചെയ്യണ നനഞ്ഞോടം കുഴിക്കാന്ന് പറയുന്ന മാതിരി ഒരു സഹായം കിട്ടിയാൽ ഇപ്പോൾ ആരെങ്കിലും ഒരു സഹായം ഒരു പ്രാവശ്യം ചെയ്ത് 2 പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം വരെ ബുദ്ധിമുട്ടി. ഇപ്പം ചെയ്യാൻ ഇപ്പം ഇങ്ങനെയാണെങ്കിലും എന്നെ കസേര വന്ന്
അടുത്ത് ഗ്യാസും വെച്ച് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കൊരു വരുമാനമാകുമല്ലോ ടീച്ചറെ. അല്ലാതെ നമുക്ക് സഹായിക്കുന്നതിന് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് അതാണ്. ഞാനും ഇടയ്ക്ക് വീഡിയോയിൽ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മളടുത്ത് സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ട് 1000 രൂപ തരുമോ 2000 രൂപ തരുമോ, അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കും, ചിലപ്പോൾ ഒരു മാസവും കൂടെ ചിലപ്പോൾ ഞാൻ കൊടുക്കും. പിന്നെ തുടങ്ങി എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ അയാൾ തരും എന്ന് വിചാരിച്ചിട്ട് ജീവിക്കാൻ നിൽക്കരുത്. എന്താണോ നമുക്ക് പറ്റുന്നത്. ചേച്ചീനെ കൊണ്ട് പറഞ്ഞില്ലേ, എണീറ്റ് നിൽക്കാൻ ചേച്ചീനെ കൊണ്ടാവതില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ പിടിച്ചാണ് അടുക്കളയിൽ കൊണ്ടുപോയതും തിരിച്ച് ഇവിടെ കൊണ്ടുവന്നത്. ഈ കട്ടിലേന്ന് എണീറ്റ് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പിടിക്കണം. ഇവിടെ ആളില്ലാതെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആളുകളോ ആരെങ്കിലുമൊക്കെ വന്നിട്ടാണ് ചേച്ചീനെ ഒന്ന് ബാത്റൂമിൽ വരെ കൊണ്ടുപോകും. എന്നിട്ടും ചേച്ചി പറയുക, എനിക്ക് ഇരുന്ന് ഞാൻ ഈ അച്ചാറുണ്ടാക്കി കൊടുക്കാം. അതല്ലേ ഏറ്റവും വലിയൊരു കാര്യം. അപ്പം അങ്ങനെ അത്രയും കോൺഫിഡൻസിൽ ചേച്ചി പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അതാണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. കാരണം എനിക്ക് കുറച്ച് ദിവസങ്ങളായി മെസ്സേജ് അയച്ചിട്ട്. എനിക്ക് അന്ന് മുതൽ ഇങ്ങനെ ഒന്ന് വരണം എന്നുണ്ട്. ഞാൻ ആ സമയത്താണ് പോണ്ടിച്ചേരിക്ക് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് നേരെ പോരുകയാണ് ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് ചേച്ചീനെ ഒന്ന് ഒരു വരുമാന മാർഗം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു തട്ടുകട ഉള്ളത് കൊണ്ട് അവിടേക്ക് വേണ്ട അത്യാവശ്യ സാധനം, കട മാത്രമാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പം നമുക്ക് ആ തട്ടുകട മാത്രമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ല. അപ്പം എന്തെങ്കിലും ഇച്ചിരി സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് ഈ അച്ചാറും കൊണ്ട് വെച്ചാൽ 10 പേര് മേടിച്ചാൽ അത്ര ആയില്ല ടീച്ചറെ. നമുക്ക് വേണ്ട, കൂടുതലൊന്നും വേണ്ട. നമുക്കൊരു 500 രൂപ ഒരു ദിവസം നമുക്ക് കിട്ടിയാലും അതിൽ നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മതി. അപ്പം നമുക്ക് അത്രയേ ഉള്ളൂ. കാരണം അന്നാന്നേക്കുള്ള ഇപ്പോഴും ഫിസിയോ, ഇന്നലെ ഞാൻ ചേച്ചീനെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഞാൻ വിളിക്കുന്ന സമയത്ത് ആശുപത്രിയില്ല, എന്നോട് ആശുപത്രിയിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചത്. ചികിത്സ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫിസിയോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുമല ഇടയ്ക്ക് അതും ഒരു ദിവസം 500 രൂപ വെച്ച് വേണം. ഫിസിയോ ചെയ്യണതിനും ഒരു ദിവസം 500. നമുക്ക് എല്ലാ ദിവസവും പറ്റാത്തതുകൊണ്ട് കയ്യിൽ വരുന്ന സമയത്ത് പോയി ചെയ്യും. ഇപ്പം ആകെ 28 കിലോ ആണ് ആളുടെ വെയിറ്റ്. കൈയൊക്കെ കണ്ടോ, ഞരമ്പൊക്കെ തടിച്ച്. ഇതിന് ചില ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ ചേച്ചി ആരോഗ്യം ഇങ്ങനെ ആയതുകൊണ്ട് പറ്റുന്നില്ല. നമ്മളെ ആരോഗ്യമാണല്ലോ പ്രധാനപ്പെട്ടത്. അപ്പോൾ ചില ചികിത്സകളൊന്നും ചേച്ചിക്ക് പറ്റാത്ത സ്റ്റേജായി. ഭക്ഷണം എങ്ങനെയാണ്, കഴിക്കാൻ പറ്റുമോ? എന്ത് ഭക്ഷണവും കഴിക്കാനാണ് ഡോക്ടർ പറയണത്. പക്ഷെ കഴിച്ച എനിക്ക് ഗ്യാസ് കയറും. ദഹനമുണ്ടോ? ദഹനം കുറവാണോ? ദഹിക്കാനായിട്ട് പാടാം. വിശക്കൂല? വിശപ്പ് ഇപ്പൊ രാവിലെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 3 മണിയൊക്കെ കഴിയും എന്തെങ്കിലും. പിന്നെ അങ്ങനെ അത് ലൈറ്റായിട്ട് എന്തെങ്കിലും. രാത്രി ഇല്ല കേട്ടോ. ഈ പല്ലിനൊക്കെ ഇങ്ങനെ നിറമായി ഇത് വന്നതിന് ശേഷം സംഭവിച്ചതാണ്. പല്ലൊക്കെ പൊടിഞ്ഞു പോകാൻ തുടങ്ങി. പിന്നെ ഇത് വെയിൻ കട്ട് ചെയ്ത് ബയോപ്സി അത് ചെയ്യണം. നെറു ബയോപ്സി പറഞ്ഞായിരുന്നു. പക്ഷെ അത് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇപ്പം ആയുർവേദം ഉണ്ട്. ആയുർവേദത്തിന് നല്ലൊരു എമൗണ്ട് ചിലവാകും. ഇപ്പൊ ആയുർവേദ ചികിത്സയിൽ അവര് മാറ്റം വരുമെന്നാണ് പറഞ്ഞത്. ഈ ഇത്ര 5 വർഷത്തിന്റെ ഇടയിൽ കുറയുവാണോ? അല്ല, കിടന്ന കിടപ്പായിരുന്നു. കിടന്ന കിടപ്പിൽ നിന്ന് ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് നിങ്ങളോട് ടീച്ചറിനോട് സംസാരിക്കാൻ എനിക്ക് ഇങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആയുർവേദ ചികിത്സയിൽ നിന്നാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികമാണ് പ്രധാനം. അങ്ങനെ നമുക്ക് പ്രൈവറ്റ് ആശുപത്രികളിലും വലിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പൈസ ഇല്ലാതെ ചികിത്സ നടക്കൂലല്ലോ. പൈസ ഇല്ലാതെ നടക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പം നമുക്ക് തനിയെ ബസ് കയറി പോകാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയാണെങ്കിൽ നമുക്ക് അങ്ങ് പോവാം. ഇതിപ്പോൾ അതല്ല, ഒരാൾ കൂട്ട് വേണം. വണ്ടി പിടിച്ച് ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാ പോവുക. ഇങ്ങനെ പോണേ വണ്ടി ഓട്ടോയിലാണേലും എനിക്ക് ഇരിക്കാൻ മേലെ. ഇങ്ങനെ നമ്മൾ ഒരുപാട് നേരം നടുവിനിങ്ങനെ സ്ട്രെയിൻ ഇത് ഇരിക്കാൻ പറ്റത്തില്ല. എങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവർ പെട്ടെന്ന് തന്നെ എന്നെ പെട്ടെന്ന് നോക്കി വിടുവാതെയാണ്. ഒരുപാട് നേരം ഇരുത്തത്തില്ല. അപ്പം അങ്ങനെയൊക്കെ അതിനും അപ്പോൾ പറഞ്ഞില്ലേ, ഒരു എത്ര സാമ്പത്തികമുള്ള ഒരാളായാൽ പോലും ഒരു അസുഖം വന്നാൽ നമ്മളെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ വലിയൊരു സാമ്പത്തിക ചുറ്റുപാടിലൊന്നും ഉള്ള ആളല്ല. 2 മക്കളെ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊച്ചുങ്ങളുടേതായ വഴിക്ക് ചെറിയ വരുമാനത്തിനുള്ളതൊക്കെ പോകുന്നുണ്ട്. ആർക്കും അങ്ങനെ പറയത്തക്ക വലിയ വരുമാന ജോലിയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് പറ്റുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വീട്ടിലേക്ക് വരണം എന്നില്ല. വീട് ഇരിക്കുന്ന സ്ഥലം എന്താ ചേച്ചി പറയാ? ഇത് പട്ടണക്കാട്, പുതിയകാവ്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ മേടിക്കണം എന്നില്ല. റോഡ് സൈഡിലായാലും ചേച്ചിയുടെ ഫോൺ നമ്പർ ഞാൻ വെക്കണം. അതുകൊണ്ടാണ് ഇതുവഴി പോകുമ്പോൾ കട തുറന്നാൽ, നിലവിൽ ഇപ്പോൾ കടയില്ല, അതും കൂടെ പറയട്ടെ. ഇപ്പോൾ നിലവിൽ കട പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം കടയിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മേടിക്കണമെങ്കിൽ കുറച്ച് സാമ്പത്തികം അത്യാവശ്യമുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഇതുപോലെ കുറച്ച് അച്ചാറും കൊണ്ട് ചേച്ചി അവിടെ ചെന്നിരുന്ന മേടിക്കാൻ ആളുകൾ വരണ്ടേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊരു കട തുടങ്ങിയ ആരും വരില്ലല്ലോ. അപ്പോൾ അതിനാണ് ഈ വീഡിയോ പങ്കുവയ്ക്കണത്. അപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും
നമുക്ക് കുറച്ച് അച്ചാറുമായിട്ട് കടയിൽ പോയി ചേച്ചി അവിടെ ഉണ്ടാവും. രാവിലെ മുതൽ നിങ്ങൾ പറ്റുന്നത് പോലെ അതിൽ വരുന്നവരങ്ങനെ സഹായിക്കുക. അല്ലാത്ത വീഡിയോ കാണുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചേച്ചിയുടെ അച്ചാർ ഓർഡർ ചെയ്താൽ ഇവർ പറ്റുന്നത് പോലെ അയച്ചു തരും. അതിനകത്തും ഞാൻ ഒരു ഇത് പറയുകയാണ്, കാരണം വയ്യാത്ത ഒരാളാണ്, ആരോഗ്യ പ്രശ്നങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു പനി വന്നാൽ പോലും നമുക്ക് ചേച്ചിക്ക് ചിലപ്പോൾ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് അച്ചാർ ഓർഡർ ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊരു മുഷിച്ചിൽ വിചാരിക്കരുത്. ആ ആളുടെ ആരോഗ്യം കൂടി ഒന്ന് പരിഗണിക്കുക. എന്തായാലും നിങ്ങളൊന്ന് വിളിച്ച് സംസാരിച്ച് പറ്റുന്ന ആളുകൾ അതൊന്ന് ഓർഡർ ചെയ്യുകയും കൂടി ചെയ്യണം. ഇത് റിക്വസ്റ്റാണ്, കാരണം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളത് ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ചേച്ചിയെ കാണാൻ പറ്റുന്ന ആളുകൾ വന്ന് കാണുക. കാരണം ഇവിടെ ഒരു വീടിനകത്ത് ഈ കട്ടിലിലാണ് ജീവിതം. 5 വർഷമായിട്ട് നമുക്കൊരു ചെറിയൊരു അസ്വസ്ഥത വന്ന് നമ്മൾ ഒരു ദിവസം 1, 2, 3 ദിവസം വീടിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായാലുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ ഊഹിക്കാം. അപ്പോൾ 5 വർഷത്തോളമായിട്ട് ഇനി ഓരോ ദിവസവും ഇനി എന്താണെന്നറിയാതെ കട്ടിലായി പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ, ശാരീരികമായിട്ടുള്ള വൈയായികകൾ, ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതൊക്കെ നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാവാൻ പറ്റുള്ളൂ. ഞാനിവിടെ വന്ന് ഇപ്പോൾ സമയം തുടങ്ങി ഞങ്ങൾ വന്നിട്ട് ഏതാണ്ട് 1.5-2 മണിക്കൂറായിട്ടോ. ഇത്രയും നേരം ശരി സംസാരിച്ച ഓരോ കാര്യങ്ങൾക്കകത്തും ആ ഒരു ആശങ്കയാണ്. കാരണം എങ്ങനെ ഒരു പെൺകുട്ടിയാണല്ലോ ഉള്ളത്, അവളുടെ കാര്യങ്ങളും ഭാവിക്ക് കാര്യങ്ങളൊക്കെ നോക്കണം എന്നുള്ള ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്. ചേച്ചി എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അസുഖത്തിനേക്കാളും കൂടുതൽ വെപ്രാളം പിടിക്കുന്നത് അതാണ്. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നടക്കുമല്ലോ. അപ്പോൾ ആദ്യം ആരോഗ്യം ഉണ്ടാവട്ടെ, ചെറിയൊരു വരുമാനം വന്ന് ഈ കിടപ്പിൽ നിന്നൊരു മാറ്റം വരും. എനിക്ക് ഉറപ്പാണ്. ചേച്ചി കട തുടങ്ങി അവിടേക്ക് പോയി കുറേ ആളുകളെ കണ്ട് സംസാരിച്ച് അവരോട് ഇടപെടുമ്പോൾ കുറേയൊക്കെ മൈൻഡ് റിലാക്സ് ആവും. വീട്ടിൽ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഒരു ഇതാവുന്നത്. അപ്പോൾ കുറേ ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ ഒക്കെ ഇത് മാറും, ഒക്കെ മാറി വരും. നമുക്ക് ചെറിയൊരു വരുമാനവും കൂടെ നമുക്ക് വന്നു തുടങ്ങി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒരു ധൈര്യം വരും ഇല്ലേ? അത് എന്തായാലും ഒരു ഇതാണ്. ഒരു ജോലി ചെയ്ത് നമുക്കൊരു വരുമാനം കൃത്യമായി വരാൻ തുടങ്ങുന്നു, കുറച്ച് ആളുകളോട് നമ്മൾ ഡെയിലി സംസാരിക്കുന്നു, അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ട് മാറ്റങ്ങൾ. ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയി എനിക്ക് ആരുടെയും കൈപിടിക്കാതെ എനിക്കൊന്ന് നടക്കാൻ സാധിച്ചാൽ മതി എന്ന് എനിക്ക് അതാണ് ടീച്ചർ. ഒരു 2-3 ചൂടെങ്കിലും എനിക്കൊന്ന് ഈ മുറിയിൽ നിന്നും ബാത്റൂമിൽ വരെയെങ്കിലും എനിക്ക് ആരുടെ സഹായം ഇല്ലാതെ പോകാൻ, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒക്കെ നടക്കും. എത്രയൊക്കെ നമ്മൾ എത്തിയില്ലേ, കടന്നു പോയടുത്തുനിന്ന് ഇവിടം വരെ വന്നേ തീർച്ചയായിട്ടും നടക്കും. ഇത് നിങ്ങൾക്കൊരു മാതൃകയും കൂടിയാണ് ചേച്ചീനെ പോലെയുള്ള ആളുകളെ. കാരണം ചേച്ചിയെ പറഞ്ഞ വാചകമാണ്, എനിക്ക് ആരെയും കൈ നീട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് പറ്റുന്നടോ ഞാൻ എത്ര എനിക്ക് പറ്റുമോ ആ തൊഴിലെടുത്ത് ജീവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മളും കൂടെ ഒന്ന് കൈ പിടിക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ പങ്കുവച്ചില്ലേ, 2 കൈയും കാലും ഇല്ലാത്ത സന്ധ്യമോളുടെ വീഡിയോ. ഒരുപാട് ആളുകൾ സന്ധ്യേനെ സപ്പോർട്ട് ചെയ്തായിരുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് എത്ര പോസിറ്റീവായിട്ടാണ് എടുത്തത്. കാരണം ആ കുട്ടിയെ സംബന്ധിച്ച് 2 കാലും ഇല്ല 2 കൈയും ഇല്ല, പക്ഷെ സന്ധ്യ എന്ത് കോൺഫിഡൻറ്റോടു കൂടിയാണ് പറയുന്നത്, എനിക്ക് നിങ്ങളാരുടെയും സാമ്പത്തിക സഹായം അല്ല വേണ്ടത്, എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി, ഞാൻ എനിക്കുള്ള വരുമാനം ഉണ്ടാക്കിക്കോളാം. അത്രയേ ഉള്ളൂ. നമുക്ക് ചെറിയ പരിമിതികളൊക്കെ ഉണ്ടാവും, എല്ലാം തികഞ്ഞവരൊന്നും ആരും ഉണ്ടാവില്ല. പുറമെ നമ്മൾ കാണുമ്പോൾ അയ്യോ അവർക്കെല്ലാം ഉണ്ടല്ലോ എന്ന് തോന്നും, പക്ഷെ അതൊക്കെ വെറുതെയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് ഓരോ ആളുകളും പോകുന്നത്. അതിനെ എങ്ങനെ മറികടക്കാം, അതിനെ വിജയിച്ച് നമുക്ക് ജയിക്കണ്ടേ, തോറ്റു കൊടുക്കാൻ പറ്റുമോ? ആയുസ്സുള്ളിടത്തോളം കാലം ജീവിച്ചേ പറ്റുള്ളൂ, ജീവിതം അവസാനിപ്പിക്കാനും പറ്റൂല. അപ്പോൾ അതുകൊണ്ട് ജീവിക്കണം, മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു സാധനം അതൊരു വാശിയായിട്ട് തന്നെ എടുത്തോണം. ഞാൻ അത് തന്നെയാണ് പറയുന്നത്, അതൊരു വാശിയാണ്. ജീവിച്ചേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ മുന്നിൽ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജീവിച്ചേ പറ്റുള്ളൂ. അതാണ് ടീച്ചർ, എൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. എനിക്ക് പോകുന്നിടത്തോളം എനിക്ക് പോകണം, അതും ജോലി ചെയ്ത് തന്നെ ജീവിക്കണം. ആരെയും ആശ്രയിക്കാതെ പറ്റുന്നോളം കാലം നമുക്ക് ജീവിക്കാം. അതിനും വേണ്ടി പ്രായമൊന്നും ആയിട്ടില്ല ചേച്ചിക്ക്, 45 വയസ്സേ ഉള്ളൂ കേട്ടോ. ആൾക്ക് ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറിയത്, അല്ലാതെ അങ്ങനെ ഒരുപാട് പ്രായവും അല്ല. അപ്പോൾ ഇതൊക്കെ റിക്കവർ ചെയ്യാനുള്ള സമയമൊക്കെ ഉണ്ട്. നമുക്ക് ചില അസുഖങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മളൊരു പ്രായം ചികിത്സയൊക്കെ പറ്റുന്ന ഒരു പ്രായമാണ് ചേച്ചിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് തിരിച്ചു വരും പഴയ പോലെ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ചേച്ചിയുടെ അടുത്ത്. നിങ്ങളുടെ സഹായം സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളവിടെ കടയിൽ കച്ചവടം തുടങ്ങിയതിന് ശേഷം ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ഇനിയും വരും. ലക്ഷ്മി ഫുഡ്സ് എന്നാണ് ലൈസൻസ് എടുത്തിട്ടുള്ള പേര്. അപ്പോൾ അതുകൊണ്ട് അച്ചാറിൻ്റെ പേര് അങ്ങനെ ഇട്ടിരിക്കുന്നത്, ലക്ഷ്മി ഫുഡ്സ് എന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പാക്കറ്റുകളിൽ ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ സ്റ്റിക്കറും കൂടെ ഒട്ടിക്കണം. അപ്പോൾ ഇതുപോലെയാണ് ഇവിടെ അച്ചാർ പാക്ക് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ അതിലോട്ട് നമ്മൾ കവറിലോട്ടാക്കി ഇനി ഇത് സീൽ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ 200-250 ഗ്രാമിൻ്റെ പാക്കറ്റുകളാണ്. അതിനത് ഇങ്ങനെ സീൽ ചെയ്താട്ടോ എടുക്കുന്നത്. എണ്ണയൊന്നും ലീക്കാവില്ല,
നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നെയിമും കൂടെ ഒട്ടിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഇതേ നല്ല മാങ്ങാച്ചാറും ഉണ്ട്. ഇത് പക്ഷേ പാക്ക് ചെയ്യാറായിട്ടില്ല, അതുകൊണ്ടാണ് പാക്ക് ചെയ്യാത്തത് കേട്ടോ. ഇനി ബാക്കിയൊക്കെ ചേർന്ന് പിടിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ മാങ്ങയോ നാരങ്ങയോ നെല്ലിക്കയോ പിന്നെ കക്കയോ അതല്ലാത്ത മീൻ ഏത് വേണമെങ്കിലും അല്ലേ, മത്തിയച്ചാറും ചെമ്മീനും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓർഡർ അനുസരിച്ച് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കും. കാരണം ഒരുപാട് ഉണ്ടാക്കി വെച്ചേർന്നാൽ ചിലവായില്ലെങ്കിൽ ഇത് തന്നെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ഇവർ ആക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉണ്ടാക്കി വെച്ച് ചിലവായില്ലെങ്കിൽ പറ്റൂല. അതുകൊണ്ട് ഓർഡർ അനുസരിച്ച് പറഞ്ഞു തന്നാൽ എത്രയായാലും അത് അവർ ഉണ്ടാക്കി തരും. ചേച്ചിയുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ വലിയ രീതിയിൽ ഒന്ന് സഹായിച്ചേ പറ്റൂ. കാരണം മുന്നോട്ടേക്ക് ജീവിക്കണം. അപ്പോൾ അതിനുള്ള വരുമാനം വേണം. ചേച്ചിയുടെ ചികിത്സ തുടർന്നുകൊണ്ട് പോകണം. അപ്പോൾ അതിന് സാമ്പത്തിക സഹായം അല്ല ആരോടും ചോദിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇവരുണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളൊന്ന് മേടിച്ച് സഹായിച്ചാൽ മതി. കടയായിട്ട് തുടങ്ങാൻ 1-2 ദിവസം കൂടെ ഒക്കെ കഴിയും അല്ലേ. ഒരാഴ്ചക്കകത്ത് നമുക്ക് കടയിലേക്ക് മാറാം. അപ്പോൾ അതിന് ഇച്ചിരി സാമ്പത്തികം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കടയിലോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ വന്ന് അച്ചാർ മേടിക്കാൻ പറ്റുന്നവർ അങ്ങനെ മേടിക്കാം. ദൂരെ നിന്ന് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ പട്ടണക്കാട് ചേർത്തല വന്ന് ഇത് മേടിച്ചേച്ചും പോകാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ഒരു പാക്കറ്റ് ആയാലും മതി. നിങ്ങൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ പോലും അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ചേച്ചിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചാൽ കൊച്ചിൻ്റെ ജയലക്ഷ്മി എന്നാണ് മോളുടെ പേര്. അപ്പോൾ അവൾ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇനി കല്യാണ സീസണൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായങ്ങൾ അതൊക്കെയല്ലേ. അത്തരം വർക്കുകൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് വിളിച്ച് ചെയ്തു കൊടുത്താൽ വലിയൊരു ഉപകാരം. ഇത് അത്യാവശ്യം നമുക്ക് അല്ലല്ല അങ്ങനെ പറയാൻ പാടില്ല. ഇത് പൈസ ആരും വേണ്ടെന്ന് പറയാൻ പാടില്ല. നമുക്ക് കടയുടെ ഒരു തുടക്കത്തിനുള്ളതാണ് അത്. ഇനി ബാക്കി കടയായി കഴിയുമ്പോൾ ഞാൻ വരും, എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മൾ കട തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് വീഡിയോ ഫോളോ അപ്പ് ചെയ്യാം. സഹായിക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ ടീച്ചറിന് മെസ്സേജ് അയക്കുമ്പോഴും എനിക്ക് ടീച്ചർ പെട്ടെന്ന് നോക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ടീച്ചർ ഞാൻ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം കണ്ട് തന്നെ ടീച്ചർ എന്നെ മറുപടി തന്നു. അതെനിക്ക് അതിശയമായിപ്പോയി കേട്ടോ. കാര്യം ഒരു വീഡിയോ മെസ്സേജ് ഇട്ട് ടീച്ചർ അങ്ങനെ പെട്ടെന്ന് നോക്കണം, അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വന്ന് എന്നെ കണ്ടതും എനിക്ക് ഈ ഒരു സഹായം ചെയ്തു തന്നതിലും അതിലുപരി ഒരു ചെറുതാണെങ്കിൽ പോലും ഇത് നമുക്ക് ചെറുതല്ല, ഒരു തുടക്കമാവട്ടെ. എനിക്കതൊരു വലിയൊരു സഹായം തന്നെയാണെന്ന് ഞാൻ പറയും. എന്തായാലും ഇരിക്കട്ടെ, നമുക്കിനി നോക്കാം. കാരണം നമ്മളൊരു ശ്രമം നടത്തുക. ആ ശ്രമം ആളുകൾ എങ്ങനെ എനിക്ക് ജോലി ചെയ്ത് തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഇപ്പോൾ 10 പേരുണ്ടെങ്കിലും 10 പേരും എല്ലാവരും ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കാണെങ്കിലും കണ്ടില്ല ഓരോരോ കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും സഹായിക്കാനായിട്ടൊക്കെ ഒരു പരിധിയുണ്ട്. നേരെ മറിച്ച് ഒരു ഇത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്താണേലും ഇത് ഈ വീഡിയോ എത്തുന്നവരാരെങ്കിലും ഒരു പാക്കറ്റ് മേടിക്കണം, നമുക്ക് അത്ര ആയില്ലേ. അതിൽ നിന്ന് ഒരു പാക്കറ്റ് ഒന്നും അല്ല. എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ ചേച്ചി പറയും ഒരുപാട് ആളുകൾ വിളിച്ചു, ഒരുപാട് അച്ചാറിന് ഓർഡർ വന്നു എന്ന് പറയുന്നത് ഞാൻ കേൾക്കും. എനിക്ക് ഉറപ്പാണ് അത്. ഇവരുടെയൊക്കെ സഹായം കൊണ്ട് ചെയ്ത് നമുക്ക് കൊടുക്കാൻ. ശ്യാമളാമ്മ ഉഷാറായിട്ട് കൂടെ ഇരിക്കുമല്ലേ, കട്ടയ്ക്ക് സപ്പോർട്ട് ആയിട്ട്. ശ്യാമളാമ്മ ഇന്ന് ഫുൾ ടൈം നിന്നത് ഇത് പഠിക്കണം ചെയ്യണം, ശ്യാമളാമ്മ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് തന്നെ നിന്ന്. ടീച്ചർ വരുമെന്ന് പറഞ്ഞപ്പോൾ ടീച്ചറെ കണ്ടിട്ടേ പോകണമെന്നും പറഞ്ഞാൽ ശ്യാമളാമ്മ ഇവിടെ നിന്നതാണ്. അപ്പോൾ ശ്യാമളാമ്മയും പാറുവും എല്ലാവരും ഉണ്ടല്ലോ കൂടെ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉഷാറാക്കാം. പിന്നെ ചേച്ചീനെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവും. അതന്നെ ഏറ്റവും വലിയ കാര്യം. ഇതിലും ഉഷാറായിട്ട് വേണം അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ. വരും ഇറങ്ങട്ടെ എന്നാ. ശരി, പോയിട്ട് വരാം. ഇതാണ് ചേച്ചിക്ക് നമ്മളെ ലയൺസ് ക്ലബ്ബുകാർ കൊടുത്തിട്ടുള്ള ആ ഒരു വണ്ടി. ഇതിലേക്ക് വേണം നമുക്കിനി എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് ഹൈവേന്ന് ഒരു 50 മീറ്റർ പോലും ഇങ്ങോട്ടില്ല. പുതിയകാവ് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ്, പട്ടണക്കാട് വില്ലേജ് ഓഫീസിൻ്റെ തൊട്ടടുത്ത്, ഉഴുവ ഗവൺമെൻറ് സ്കൂളിൻ്റെ മുന്നിലായിട്ട്.